ഏവർക്കും ടോക്സിലേക്ക് സ്വാഗതം. പുതുതായി ജോലിക്കെത്തുന്ന യുവാക്കൾക്ക് അധിക വരുമാനത്തിനുള്ള അവസരം നൽകുന്ന ഒരു പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ 15,000 രൂപ വരെ സർക്കാർ നൽകുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതി അഥവാ ELI പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്റു, എന്താണ് ELI പദ്ധതി? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ, ജോബ് സീക്കേഴ്സ്, അതേപോലെ തന്നെ തൊഴിൽ നൽകുന്ന സ്വകാര്യ കമ്പനികൾ, പ്രൈവറ്റ് എംപ്ലോയേഴ്സ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഗുണകരമായിട്ടുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോട് മേക്ക് ഇൻ ഇന്ത്യ, 5 ട്രില്യൺ എക്കണോമി, അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് ആകുക തുടങ്ങിയ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിധമുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ്. ഇത് പുതിയതായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനിൽ പറഞ്ഞിട്ട് മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ 2024 ജൂലൈ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരു തുടർ നടപടിയായിട്ട് 25ഓളം ഗവൺമെൻറ് മന്ത്രാലയങ്ങളിലൂടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ക്യാബിനറ്റിൽ അപ്രൂവൽ കിട്ടിയത്. ഇനി ഓഗസ്റ്റ് 1 മുതൽ അത് സ്കീം എഫക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പല തലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള എക്കണോമിക്കൽ, സോഷ്യോ ആൻഡ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം നമുക്കിനെ ഒറ്റ നോട്ടത്തിൽ ഇതുവരെയുള്ള വിശദാംശങ്ങൾ വെച്ച് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 4 തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഒറ്റയടിക്ക് പിടികിട്ടും. ഇതിൽ ആദ്യത്തെ തന്നെ ഒരു ഗവൺമെൻറ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജോബ് ക്രിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ടു പ്രൊമോട്ട് ദ ഫോർമലൈസേഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്, അതെന്ന് പറയുന്നൊരു ലേബർ മാർക്കറ്റിൻ്റെ സ്ട്രീം ലൈനിലേക്കുള്ള ഒരു സ്ട്രോങ് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാം. അപ്പം EPF ആയിട്ട്, എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്കാണ് ഇതിലൂടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കൂടുതൽ MSMEകൾക്കാണ് ഇതിന് കൂടുതലൊരു പുഷ് കിട്ടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് ആയിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് ഹബ്ബായുള്ള ലക്ഷ്യങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിലയിരുത്താം. അപ്പോൾ അങ്ങനെ ഒരു ഫോർമലൈസേഷൻ നടക്കുമ്പോൾ കൂടുതൽ ഇതുവരെ അൺറെഗുലേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ അൺറെക്കോർഡായിട്ട് നിന്നിട്ടുള്ള വർക്ക് ഫോഴ്സും കമ്പനികളോട് വരുമ്പോൾ അത് സ്ട്രക്ചേർഡ് എക്കണോമിയുടെ കൂടുതൽ ഭാഗമാകും. അപ്പോൾ നമുക്ക് GDP മെഷേഴ്സ് കൂടുതൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ ഗ്രോത്ത് കൂടുതൽ കിട്ടും. നമുക്ക് അതിൻ്റെ കംപ്ലയിൻസ് കൂടുതൽ വരികയാണ്. ഇനി തൊഴിലാളികളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ കോൺട്രാക്റ്റ്, അവർക്കൊരു കോൺട്രാക്റ്റാണ് ലീഗൽ ആൻഡ് ലേബർ പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കംപ്ലയിൻസ് കൂടുതൽ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വളരെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ്. പിന്നെ അവർക്ക് പെൻഷൻസ്, ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റിലോട്ടും വരുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ ഈ ഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിൻ്റെ സ്ട്രീമിലൂടെ കിട്ടുന്ന ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ ലോങ് ടൈമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു മാക്രോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്ന ഒരു ഘടകങ്ങളാണ്. പിന്നെ ഈ ഒരു പദ്ധതിയിലൂടെ MSMEക്ക് വളരാനുള്ള വലിയ അവസരങ്ങളുണ്ട്. കാര്യം അവർക്ക് എപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫിക്സഡ് കോസ്റ്റിലുള്ള ഒരു പ്രശ്നം വിചാരിച്ചിട്ടുണ്ട്. അപ്പം വേജസ് അതിനകത്ത് വരുന്ന ഘടകമാണ്. അപ്പോൾ അതിനൊരു പരിധിവരെ ഇൻസെൻറ്റീവ് ചെയ്യുമ്പോൾ അവർക്ക് വളരാൻ നിൽക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കമ്പനികളും വ്യക്തികളുടെ വരുമാനം വളരുമ്പോഴാണ് രാജ്യം വളരുക, അങ്ങനെയാണ് GDP വളരുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന്. പിന്നെ രണ്ടാമതായിട്ട് നോക്കുമ്പോൾ മാനുഫാക്ചറിങ്ങിനെ പുഷ് ചെയ്യുന്നതായിട്ട് കാണാം. കാര്യം ഇതിൻ്റെ അതൊരു എക്സ്റ്റെൻഡഡ് ഇൻസെൻറ്റീവ്സ് പറയുന്നുണ്ട്, സർവീസ് സെക്ടറായാലും ഇതായാലും. അപ്പോൾ കൂടുതലൊരു മാനുഫാക്ചറിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ അതിൻ്റെ പോർഷനായ സംഭാവന വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം നമുക്കതിൽ കാണാൻ കഴിയും. പിന്നെ യൂത്തിന് അൺഎംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. പിന്നെ അതിൽ തന്നെ അതിൻ്റെ അതൊരു ഫിനാൻഷ്യൽ ലിറ്ററസിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു ഘടകവും വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു ലോങ് ലാസ്റ്റിംഗ് ഫിനാൻഷ്യൽ ബിഹേവിയറായിട്ടൊരു യൂത്ത്, പ്രത്യേകിച്ച് വിശേഷ യുവജനങ്ങൾക്കിടയിൽ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഒരു ദീർഘകാലമായത് നമുക്ക് ലഘുസമ്പാദ്യ പദ്ധതികളൊക്കെ ഈ ഒരു ഭാഗമായിട്ട് മുൻകാല സർക്കാരുകൾ തുടങ്ങിയാണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. 3.5 കോടിയോളം പേർക്ക് തൊഴിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷം കോടി, അതായത് 99,446 കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ വലിയൊരു എമൗണ്ടാണ് നമ്മളിത് നോക്കുമ്പോൾ. അപ്പം പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ബഹുതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. തൊഴിലാളികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കമ്പനികളെ സംബന്ധിച്ചും ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എന്ത് ബെനിഫിറ്റാണ് ഈ പദ്ധതിയിലൂടെ ഗവൺമെൻറ് നൽകുന്നത്? ഇപ്പം സർക്കാർ ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ടേക്കുന്ന ഒരു വിശദാംശം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് 2 ഭാഗമാണുള്ളത്. അതായത് ഫ്രഷേഴ്സിന്, അതായത് ഫസ്റ്റ് ടൈം വർക്കിന് വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന ഉദ്യോഗസ്ഥർ, സ്വകാര്യ മേഖലയിൽ ജോലി കയറി അവർക്കൊരു ഇൻസെൻറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിൽ നൽകുന്ന തൊഴിൽദായകർ, പ്രൈവറ്റ് കമ്പനികൾക്കും ഒരിതുണ്ട്. അപ്പോൾ 2 പാർട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം വർക്കർ ആകുക എന്നുള്ളതാണ്. അതിൻ്റെ ഏജും ബാക്കി കാര്യങ്ങളോടൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് എത്തിയിട്ടില്ല. കാര്യം മാർഗ്ഗരേഖ പുറകെ വരുമെന്നാണ് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് ഓഗസ്റ്റ് 1 മുന്നേ വരുമെന്ന് നമ്മൾ കരുതുന്നു. അപ്പം എന്തായാലും ഫസ്റ്റ് ടൈം വർക്കറാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഒരു ഫോർമൽ
സെക്ടർ എൻട്രൻ്റ് ആയിരിക്കണം. അതായത് EPF രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ ജോലി എടുക്കാൻ പോകുന്നവർക്കായിരിക്കും ഇത് കിട്ടുക. 15,000 രൂപ വരെയാണ് വർഷം കൊടുക്കുന്നത്. 6 മാസം 12 മാസം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നോക്കുമ്പോൾ ഈ 6 മാസം ആദ്യത്തെ ഇതിൻ്റെ ഒരു പോർഷൻ കിട്ടും, രണ്ടാമത്തെ പോർഷൻ 12 മാസം കംപ്ലീറ്റ് ചെയ്യും. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതിന് മുന്നേ ആയിട്ടൊരു ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം അവർക്ക് പങ്കെടുത്ത് വിജയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മീൻസ് ആ ഒരു കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലൂടെ നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നതാണ്. പിന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അത് ടൈറ്റ് ഫോർ ക്യാഷ് ഫോർ ഇത്, അതായത് ആ ഒരു ബിഹേവിയറൽ ചേഞ്ചിനുള്ള ഒരു ഇത് നോക്കുമ്പോൾ ഉള്ളൊരിതുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ജോലിക്ക് കൂടുതൽ സാധ്യത ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം 2 കോടിയോളം നിങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് സീക്കേഴ്സിന് ആ ഒരു ഇത് കിട്ടും, ഗുണഫലം കിട്ടും എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ബെനിഫിഷ്യറീസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പം ഇതാണ് ഒരു ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ ബെനിഫിറ്റ്. 15,000 രൂപ 2 തവണയായിട്ട്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി പോലെ ഇത് ചെയ്യണം, EPF രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് ഫോർമൽ ആയിട്ടുള്ളൊരു കമ്പനികളിലായിരിക്കണം ചെയ്യണം. ഇനി എംപ്ലോയേഴ്സിൻ്റെ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ EPF രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. അവിടെ തന്നെ 2 രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എക്സിസ്റ്റിംഗ് അല്ല, അധിക തൊഴിൽ കൊടുക്കുന്നവർക്കാണ്. അപ്പം അതായത് 50-ൽ താഴെയുള്ളൊരു സ്ട്രെങ്ത് ഉള്ളൊരു കമ്പനിയാണെങ്കിൽ അവിടെ പുതിയതായിട്ട് 2 തൊഴിൽ സൃഷ്ടിക്കുകയാണ് ഈ സ്കീമിലോട്ട് വരത്തുള്ളൂ. 50-ന് മുകളിൽ സ്ട്രെങ്ത് ഉള്ളൊരു കമ്പനിയാണെങ്കിൽ മിനിമം 5 പേരെ പുതിയതായിട്ട് അധികമായിട്ട് ഈ സ്കീം വന്നതിന് ശേഷം തൊഴിൽ എടുക്കുന്നവർക്കാണ് അവർക്ക് ഇതിനുള്ള ഇൻസെൻറ്റീവ് കിട്ടുക. അതും ശമ്പളത്തിൻ്റെ ബേസിലാണ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 10,000 രൂപയുടെ ശമ്പളമാണെങ്കിൽ അവർക്ക് 1,000 രൂപ മാസം കമ്പനികൾക്ക് അവർ ഇൻസെൻറ്റീവ് പോലെ ഒരു കൊടുക്കും. 10,000 മുതൽ 20,000 വരെ ആണെങ്കിൽ ഉള്ള ശമ്പളത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് 2,000 രൂപ മാസം കമ്പനികൾക്ക് കൊടുക്കും. 20,000 മുതൽ 1,00,000 വരെ ആണെങ്കിൽ 3,000 രൂപയാണ് മാസം കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1,00,000-ന് മുകളിൽ ശമ്പളമുള്ളവർ ഈ സ്കീമിൽ ഉൾപ്പെടുത്തില്ല. അത് നേരത്തെ പറയേണ്ട ഒരു വർഷത്തേക്കാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ 2 വർഷമാണ് സർവീസ് സെക്ടറിനൊക്കെ കാണുന്നത്. പക്ഷേ ഇൻസെൻറ്റീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൊരു പോസിബിലിറ്റി ഇതിനകത്ത് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടേഴ്സിനാണ് ഉള്ള കമ്പനികൾക്കാണെങ്കിൽ 4 വർഷം വരെ കിട്ടാമെന്നുള്ളൊരു സൂചന ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും MSME സെക്ടറിനെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇതിലൂടെ 2.6 കോടി 2.5 കോടിയിലധികം തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ പണം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം, ഈ തുക എങ്ങനെയാണ് കൈമാറുന്നത്, എങ്ങനെയാണ് അത് നൽകുന്നത്? ഈ ഒരു സർക്കാരിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറാണ്. ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള വിശദാംശങ്ങൾ വെച്ച് നോക്കുമ്പോൾ എംപ്ലോയീസിന് ഒരു ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമിലൂടെ ബാങ്ക് ആധാർ ബേസ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ കൈമാറുമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതിൽ കണ്ടീഷനാണ് പറയുന്നത് 6 മാസത്തിൽ കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അത് പർട്ടിക്കുലർ എത്ര തുകയാണെന്നുള്ള ഡീറ്റെയിൽസിലോട്ട് എത്തിയിട്ടില്ല. വിശദ മാർഗ്ഗരേഖ വരുമ്പോൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു. പിന്നെ ഈ ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് 12 മാസം ആ ജോലി കമ്പനിയിൽ ജോലി വിജയകരമായി പൂർത്തിയായി കഴിയുമ്പോഴാണ് 15,000 രൂപയിലുള്ള, അതായത് രണ്ടാമത്തെ ഗഡു. ഈ 2 ഗഡു കിട്ടുമ്പോൾ ഒരു വർഷത്തിനിടയിൽ 15,000 രൂപയാണ് അധികമായിട്ട് കിട്ടുന്നത്. ഒരു 1 ടൈം ആയിട്ടുള്ള ഇൻസെൻറ്റീവാണ്. ഇനി എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പാൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ കമ്പനിയുടെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ബന്ധിപ്പിച്ചിട്ടുള്ള EPF രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നേരിട്ട് തന്നെ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് മാറും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടേക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രതിമാസം രീതിയിലാണ് ഈ പറഞ്ഞ 50-ൽ താഴെയുള്ള കമ്പനിയാണെങ്കിൽ പുതിയ സൃഷ്ടിക്കപ്പെടുന്ന 2 ജോലികൾക്കാണ് ഈ പറഞ്ഞ സാലറി സ്ലാബ് അനുസരിച്ച് 1,000, 2,000, 3,000 എന്നുള്ള കിട്ടും. അത് 2 വർഷം വരെ കിട്ടും. സർവീസ് സെക്ടർ ആണെങ്കിൽ, മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ 4 വർഷം വരെ കിട്ടാം എന്നാണ് സൂചിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ്. 50-ന് മുകളിലുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ 5 എംപ്ലോയീസ് പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഒരു ഇൻസെൻറ്റീവ് കിട്ടും. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പ്ലാൻ എന്ന് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു. എന്താണ് ശരിക്കും ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ബിഹേവിയർ, ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബിഹേവിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അതിലൊരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പാർട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്തേണ്ട അടുത്ത് കൃത്യമായി എത്തിയോ എന്നുള്ളൊരു എൻഷുർ ചെയ്യാനും ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും. മാത്രമല്ല ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇപ്പോൾ കഴിഞ്ഞത് 1 ടൈം ഒരു ഇൻസെൻറ്റീവ് ആയതുകൊണ്ട് തന്നെ അടിച്ചു പൊട്ടിച്ച് പോകാതെ ഒരു പ്രായത്തിൽ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക. പിന്നെ ഒരു സേവിങ്സ് കമ്പോണൻ്റ് ഉണ്ട്. കാര്യം മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവിൻ്റെ ഒരു ഭാഗം സേവിങ്സ് ബാങ്കിലോട്ട് മാറ്റണം, സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒരു സേവിങ്സ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പം ഇതിന് ശേഷമാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത്. അപ്പം ആ ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നു. ബിഹേവിയറൽ ചേഞ്ചിനുള്ള ഒരു
പാരിതോഷികം റിവാർഡ് കൊടുക്കുന്നു. അപ്പോൾ അതായത് ആ ഒരു സ്വഭാവം നിലനിർത്താനുള്ളൊരു പുഷ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നിലവിലുള്ള MSMEകളൊക്കെ കൂടുതലും റെഗുലേറ്റഡ് ഇതിൻ്റെ പുറത്താണുള്ളത്. അപ്പം അവർ ഈ സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഫോർമലായിട്ടുള്ള സ്ട്രക്ചർഡ് എക്കണോമിയുടെ അല്ലെങ്കിൽ ഈ PF പോലത്തെ ഫോർമലായിട്ടുള്ള ഒരു ഇതിലോട്ട് മാറുകയാണെങ്കിൽ കിട്ടാവുന്ന കൂടുതൽ പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും, സോഷ്യൽ നെറ്റ്വർക്കിലെ കാര്യങ്ങളോട് കിട്ടും, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൂടുതൽ എഫക്റ്റീവ് ആവും, അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒപ്പം തന്നെ യുവജനങ്ങൾക്കിടയിൽ ഒരു ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട് വരുത്തുമ്പോൾ നാളത്തെ പുതിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടിയാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചും ആ ഒരു കൺസെപ്ഷനെയൊക്കെ ഉള്ള ഇച്ചിരി ഒരു മെച്ചുവേർഡ് ഒരു കൺസെപ്ഷൻ, അതായത് ഒറ്റയടിക്ക് പൊട്ടിച്ചു കൊടുക്കാതെ ഇച്ചിരിയുടെ ഒരു കൺസെപ്ഷൻ അവർ ഈവൻലി ആക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചും കമ്പനികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചും ഗുണകരമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു ഇമ്പാക്റ്റൂടെ അതിലൂടെ വരുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും നമ്മളിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഓഹരി വിപണിയിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയായിരിക്കും ഈ പദ്ധതിയുടെ? ലോങ് ടൈം ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൻ്റെയൊക്കെ ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് വളരെ ഉണ്ട്. ഇപ്പം ഒന്ന് പറഞ്ഞാൽ ഈ ലേബർ മാർക്കറ്റിലെ സ്ട്രീം ലൈൻ ചെയ്യപ്പെടുന്നത് അതിലുള്ള ഒരു സ്ട്രോങ് പുഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ആ ലേബർ മാർക്കറ്റ് ഇച്ചിലൂടെ ഒരു ഔദ്യോഗിക ചട്ടക്കൂട്ടിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ MSMEകൾക്ക് വളരാനുള്ളത് നേരത്തെ പറഞ്ഞ അവർ എപ്പോഴും ഫിക്സഡ് കോസ്റ്റിൻ്റെ പുറത്താണ് ഒരു വറികളുണ്ട്. അവരുടെ ഒരു ഓപ്പറേഷൻ സ്കെയിൽ ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ വേജസ് അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗം ഇൻസെൻറ്റീവ് ഇപ്പം വേറെ PLI സ്കീമുകളുണ്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ELA കൂടെ കൊടുക്കുമ്പോഴുമ്പം അവർക്കൊരു പരിധിവരെ അവരുടെ ഒരു ഫിക്സഡ് കോസ്റ്റിന് ഒരു ഭാഗം ഇൻസെൻറ്റീവ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് എടുക്കാനുള്ളൊരു പുഷ് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ സ്കെയിൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് കൺസെപ്ഷനായിട്ടുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഒരു ലോങ് ടൈം എഫക്റ്റിലൊരു ഗുണമുണ്ടാകും. കാരണം കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുന്നു, കൂടുതൽ പേരിലോട്ട് ശമ്പളം എത്തും. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കൺസ്യൂമർ ഡിസ്ക്രിഷണറി ആയിട്ടും FMCG അങ്ങനെയുള്ള സ്റ്റോക്കുകളിലോട്ടൊക്കെ ഒരു റീറ്റെയിൽ അപ്പാരൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് Q3 Q4 റിസൾട്ടുകളൊക്കെ കഴിയുമ്പോൾ അവരുടെ വോളിയം സെയിൽസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ടെന്നുള്ള അറിയാം. ഇതിന് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൻ്റെ പറഞ്ഞാൽ ഇപ്പം നിലവിൽ നടക്കുന്ന കച്ചവടത്തിന് മുകളിൽ ഒരു സാധ്യത കിട്ടുമ്പോൾ ആ ഗുണഫലം ലഭിക്കാവുന്ന ഒരു സെക്ടർ എന്നുള്ളതിലാണ് നമ്മൾ ഈ കൺസംഷൻ ആ ഒരു സ്റ്റോക്കുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഈ ഫോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആത്യന്തികമായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് BFSI ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻഷുറൻസ് സെക്ടറുകൾക്കാണ്. അതായത് ഫിനാൻഷ്യൽ സെക്ടറുകൾക്ക് ഇതിന് ലോങ് ടൈം വളരെ ഗുണം കിട്ടും. കാരണം വെച്ചാൽ ഫോർമൽ എക്കണോമിയിലോട്ട് വരുന്നു, കുറച്ച് ഇൻകം കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സേവിങ്സ് അവർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ലിറ്ററസിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, ബാങ്ക് അക്കൗണ്ടിൽ എത്ര വേണ്ടി വരും, ഇൻഷുറൻസിലെടുക്കും, മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിന് ഇത് ലോങ് ടൈമിൽ വളരെയധികം പോസിറ്റീവായിട്ട് വെക്കുന്നൊരു ഘടകം തന്നെയാണ്. പിന്നെ അതുപോലെ നോക്കുമ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിനെ വളരെയധികം പോസിറ്റീവാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ MSMEയുടെ കാര്യം പറഞ്ഞ പോലെ കമ്പനികൾക്കെല്ലാം കൂടുതൽ ഒരു ഓപ്പറേഷൻ ഒന്ന് വർദ്ധിപ്പിക്കാൻ കൂടുതലൊരു അവർ ഇൻസെൻറ്റീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടേഴ്സിലുമൊക്കെ ഒരു ഓഹരികൾക്കും അല്ലെങ്കിൽ ആ സെക്ടേഴ്സിനുള്ളൊരു പോസിറ്റീവ് ഘടകമാണ്. ഇത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്നല്ല പറയുന്നത് PLI പോലെ, പക്ഷേ ലോങ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ELA സ്കീമിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൺസെപ്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ. എനിക്കത് ലോങ് ടൈമിൽ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ്ങും ഫിനാൻഷ്യലും ആയിരിക്കണം ഏറ്റവും കൂടുതൽ കൺസെപ്ഷനുണ്ട്. ഈ മൂന്നിനെയാണ് നമുക്ക് പറയാൻ കഴിയുക. ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ELI പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.